ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പോസ്റ്റ് ഓഫീസ് ചിട്ടി അടച്ച തുക കാണാനില്ല. ഈ ഒരു സംഭവം നടക്കുന്നത് കോട്ടയത്താണ് കേട്ടോ. അതായത് ഈ ചിട്ടി വ്യവസ്ഥയിൽ അടയ്ക്കുമ്പോൾ വീടുകളിൽ തന്നെ ഓരോരുത്തർക്കും പാസ്ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഏജന്റ് വന്ന് ക്യാഷ് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്യുന്ന ക്യാഷ് കൃത്യമായിട്ട് ആ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ ഈ പൈസ ഈ ബുക്കിൽ രേഖപ്പെടുത്തുകയും ഏജന്റ് വാങ്ങിക്കുകയും ചെയ്യുക എന്നല്ലാതെ തിരിച്ച് ഈ ക്യാഷ് പോസ്റ്റ് ഓഫീസിലോട്ട് പോകത്തില്ല. അവിടെ പോയാൽ മാത്രമല്ലേ ഇവർ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റും കൂടെ വരത്തുള്ളൂ. കോട്ടയത്ത് ഇതുപോലെ ആ ഒരു ഏജന്റ് മരിച്ച സമയത്ത് നിക്ഷേപകർ അവിടെ പോയി ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ പൈസ ഇല്ല അക്കൗണ്ടിൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കോട്ടയത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തും ഒരു പോസ്റ്റ് ഓഫീസിൽ സമാനമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട്. അവിടെ ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിട്ടുള്ളത്. അവിടെ ഏജന്റ് മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെ പാട്ടും പാടി നല്ല സുഖമായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാണ്ട് അതുമായിട്ടൊരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മമാരോ ആരെങ്കിലും ഇതുപോലെ പോസ്റ്റ് ഓഫീസ് ചിട്ടി വ്യവസ്ഥയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി പോസ്റ്റ് ഓഫീസിൽ അന്വേഷിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ആ അടച്ച തുകയെല്ലാം കൃത്യമായിട്ട് അക്കൗണ്ടിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരായിട്ട് ആ പൈസ നിക്ഷേപിച്ച ആൾക്കാർ ഓരോരുത്തരും ഇപ്പം പോസ്റ്റ് മാസ്റ്ററെയോ മുകളിലുള്ള ഹെഡ് ഓഫീസിലോ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരൊക്കെ തീർത്തും കൈമലത്തുന്ന ഒരു സമീപനമാണ് അവർ ചെയ്യുന്നത്. ഈ നിക്ഷേപകരൊക്കെ ഇപ്പം ഓരോരുത്തരും കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്. ഇതിനൊന്നും വയ്യാതെ പോകാൻ മടിയുള്ളവർ നഷ്ടപ്പെട്ടതോർത്ത് സങ്കടപ്പെട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. മറ്റു ചിലവർ ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ട് വക്കീലിന് പൈസയും കൊടുത്ത് അതിൻ്റെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണല്ലേ ഇത്.